ഞാൻ 19ാമത്തെ വയസ്സിൽ വീട് വിട്ടവനാ. നിവൃത്തിയില്ലാത്ത വീട്ടിൽ നിന്നല്ല ഞാൻ പോയത്. എന്റെ അച്ഛനെ അങ്ങനെയാണ് വളർത്തിയത്. 19-20 വയസ്സ് കഴിഞ്ഞപ്പോ എന്തിനും ഏതിനും ആശ്രയിക്കണം എന്ന് നോക്കി എന്റെ അപ്പൻ പറഞ്ഞു, പോയി ജോലി ജീവിക്കണം. എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും കഷ്ടപ്പെട്ടു തന്നെ വന്നത്. ഇരട്ടത്ത് ചിമ്മിനികളൊക്കെ കുത്തിയിരുന്ന് ഞാൻ പേപ്പറിൽ നാടകങ്ങൾ എഴുതിയാണ് നിന്നെയൊക്കെ വളർത്തിയത്. നീ 10-20 വയസ്സായി. നീ മീശ തീപ്പൊട്ടിയോണ്ട് വരച്ചു കിടന്നുകൊണ്ട് കാര്യമില്ല. പഠിക്കണമെങ്കിൽ പഠിച്ച് മിടുക്കനാവും, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലിയിൽ ജീവിക്കും. ഇനി എനിക്ക് ആഹാരം തരാൻ സാധ്യമല്ല. അതിൽ നിന്ന് അച്ഛനെ ഞാൻ വെറുത്തില്ല. സ്വന്തമായിട്ട് ജീവിക്കുക തന്നെ. അങ്ങനെ വീട് വിടുകയായിരുന്നു. പിന്നെ ദീർഘകാലം ഒരു യാത്രയാണ്. അച്ഛൻ എന്നെ അന്വേഷിച്ചിരുന്നില്ല, ഞാനും അച്ഛൻ അന്വേഷിച്ചിരുന്നില്ല. 5, 6, 7 വർഷം കോടമ്പാക്കത്ത് അലഞ്ഞ് തിരിഞ്ഞ് പ്രേമത്തിന് വേണ്ടി സാക്ഷാത്കരിച്ച് അങ്ങനെ ഒരു നായര് പെണ്ണിനെ കെട്ടി അവിടെ പോയി തെണ്ടി തിരിഞ്ഞ് ആകപ്പാടെ നശിച്ച് നാമാവശേഷമായി എല്ലാം കുളമായി. അപ്പോഴും ജീവിതം വിട്ടുകൊടുത്തിട്ടില്ല. ജീവിതം വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് അപ്പനോട് ചോദിച്ചാൽ ഏതാശാരിക്കും തോന്നുന്ന കാര്യം. അത് എനിക്കും തോന്നിയത്. ഈ അപ്പൻ എന്ത് വിചാരിച്ചെന്നെ പറ്റി? ഞാൻ ചത്തുവെന്ന് വിചാരിച്ചു, അല്ലെ ആത്മഹത്യ എന്ന് ഈ അപ്പൻ വിചാരിച്ചു. എത്രയോ ഓണങ്ങളും ക്രിസ്തുമസും റംസാനും കണ്ടവനാണ് എന്റെ അപ്പൻ എന്നുള്ളത് എനിക്കന്ന് വിചാരിക്കാൻ തോന്നില്ല. വയസ്സ് 22. അത് കഴിഞ്ഞ് ആദ്യം ഒരു ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഞാൻ 6 വർഷത്തിന് ശേഷം വീട്ടിൽ കയറി ചെല്ലുക. ഇതൊക്കെ നടന്ന സംഭവങ്ങൾ അല്ല, നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതല്ല. അന്ന് ഏതാണ്ട് പെറ്റിക്കോട്ടോ, അന്ന് പെറ്റിക്കോട്ട് എന്നൊരു വസ്ത്രമുണ്ട് പെൺകുട്ടികൾക്ക്. ഇന്നത്തെ പോലെ ബെർമുഡോ ജട്ടി കാണാപ്പൊന്നുമില്ല. പെറ്റിക്കോട്ട് എന്നൊരു അവസ്ഥയിൽ ഇട്ടിരുന്ന എന്റെ ഇളയ സഹോദരി ഞാൻ ചെന്നപ്പോൾ യുവതിയായി നിൽക്കുന്നു. അവൾ BA ഫൈനൽ ഇയർ പഠിക്കുകയാണ്. ഞാൻ വീട്ടിൽ കയറി ചെല്ലുന്നു. അപ്പൊ അവരുടെ മുഖം സാധാരണ സിനിമയിൽ കാണുന്നുള്ള വൈകാരിക ഭാവങ്ങളൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. അവൾക്ക് സങ്കടം, അമ്മയൊന്നും വിടില്ല, അമ്മയ്ക്ക് സങ്കടം. അപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വരികയില്ലേ. അപ്പൊ അമ്മ ചോദിച്ചു, നീ എന്തായാലും വന്നല്ലോ, സന്തോഷമായിരിക്കുന്നു മോനെ. അപ്പോഴും അച്ഛൻ ഓൾ ഇന്ത്യ റേഡിയോ പോയിരിക്കുകയാണ്. വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, അവൻ വന്നോ? ആര്? എന്റെ മോനാ വന്നല്ലോ. ശരി, അവൻ ആഹാരം വല്ലതും കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ചട്ടമ്പി കല്യാണി എന്നൊരു ചിത്രമാണ് പ്രദർശിപ്പിക്കുന്നത്. അതിന്റെ 25ാമത്തെ ദിവസമാണ്. അപ്പൊ ഞാന് എന്റെ അമ്മയോട് പറഞ്ഞു, സാറിന് അമ്മക്കൊക്കെ എപ്പോഴും അമ്മയോടാണ് കൂടുതൽ പറയുന്നത്. അച്ഛനോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ആമ്പിള്ളേർക്കൊരു സ്വഭാവമുണ്ട്, അമ്മയെ ആയുധമാക്കും. പെമ്മക്കള് തിരിച്ചു അച്ഛനെ ആയുധമാക്കും. അപ്പൊ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ അമ്മയൊന്ന് പറയണം, എന്റെ സിനിമയൊന്ന് കാണാൻ. 2 തവണ അമ്മ സൂചിപ്പിച്ചു. അപ്പൊ അച്ഛൻ ഒച്ചത്തിൽ പറയുന്നുണ്ട്, നീ 3-4 തവണ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായി, എനിക്ക് പത്രം വായിക്കാനൊക്കെ അറിയാം. അവൻ അഭിനയിച്ച ഒരു പടം ചട്ടമ്പി കല്യാണി ഡേവിസന് കളിക്കുന്നുണ്ട്. കോഴിക്കോടാണ് ഈ സംഭവം. ഡേവിസൺ തിയേറ്ററിലുണ്ട് 10-20. അതൊക്കെ എനിക്കറിയാം, ഞാൻ പോയി കണ്ടോളാം. അങ്ങനെ 50 ദിവസം വരെ ഈ ചിത്രം ഓടി. 25 ദിവസം ഞാൻ ഓസിന് ചാപ്പാട് മേടിച്ചു. വേറെ പടമൊന്നുമില്ല. ചട്ടമ്പി കല്യാണി വരെ ബുക്കിങ്ങിനൊന്നും ആരും വന്നില്ല. ഇതും കഴിഞ്ഞ് ഇനി അടുത്ത ആരെങ്കിലും വിളിച്ചാലേ പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെ 50ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ആ ചിത്രം തിയേറ്ററിൽ നിന്ന് മാറ്റി വേറെ പടം വന്നു. 50 ദിവസം അച്ഛൻ കണ്ടില്ല. അപ്പൊ 50 എന്തായാലും ഇങ്ങനൊരു വൈരാഗ്യം അച്ഛൻ വെച്ചോണ്ടിരുന്നത് ശരിയാവുള്ളൂ. എന്തായാലും പോട്ടെ, കട്ട് ചെയ്തിട്ട് തന്നെ അങ്ങ് പോകും. കട്ട് ചെയ്ത് പറഞ്ഞാൽ അച്ഛനെ കൊന്നിട്ട് പോകണമെന്നല്ല, ബന്ധം അല്ലെങ്കിൽ പോവാം, നമുക്കായി നമ്മുടെ ലോകമായി. അങ്ങനെ അച്ഛൻ കണ്ടില്ലല്ലോ. കണ്ടില്ല, സമയമില്ലായിരുന്നു എനിക്ക്. കാരണം നിന്റെ താഴെ ഒരു പെങ്ങളുണ്ട്, അവളെ കെട്ടിച്ചു വരണം. അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അതുകൊണ്ട് സമയമൊന്നുമില്ല. ഉള്ള സമയത്ത് എടുത്തുമൊക്കെ ആയിട്ട് ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കണം, അതിനു വേണ്ടി നിൽക്കുകയാണ്. എന്നാലും ഒരു മകൻ പോയി അഭിനയിച്ചിട്ട് സ്വന്തമായി സ്വന്തം അധ്വാനം കൊണ്ട്, അച്ഛനൊരു എഴുത്തുകാരനല്ലേ, അച്ഛൻ എനിക്കോട്ട് പറഞ്ഞില്ലല്ലോ. അച്ഛൻ എഴുതി എത്രയോ സിനിമകൾ എഴുതി, അതിലെനിക്ക് റോൾ അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ പോയി പല സംവിധായകരെയും കണ്ട് എന്റെ കഴിവ് മനസ്സിലാക്കിച്ച് അവരെ വിശ്വസിപ്പിച്ച് ഒരു റോൾ എടുത്ത് അതിൽ ഏറ്റവും അടൂർ ബാസിയോട് അഭിനയിച്ച് ആ ചിത്രം 50 ദിവസം പ്രദർശിച്ചിട്ടും അച്ഛന് കാണാൻ കഴിക്കില്ലേ? അച്ഛനൊന്നും മിണ്ടില്ല. ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ഒന്നും മിണ്ടില്ല. അപ്പോൾ ചിത്രം ഇവിടുന്ന് പോയി, ഇവിടുന്ന് മാറ്റി. പറഞ്ഞു, ഇനി അടുത്ത സ്ഥലത്ത് കാണുമല്ലോ, അല്ലെങ്കിൽ വീണ്ടും B ക്ലാസ് തിയേറ്ററിൽ വരുമല്ലോ. ടൗണിൽ നിന്ന് മാറിയാൽ അടുത്ത സ്ഥലത്ത് വരുമല്ലോ. ഇപ്പൊ കോഴിക്കോട് തിയേറ്ററിൽ മാങ്കാവുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ പോയി കണ്ടോളാം. എന്നാലും കാണില്ല എന്ന് തന്നെയല്ലേ. അപ്പൊ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ ഒരു കാര്യം ചോദിക്കും, എനിക്കൊരു സംശയമുണ്ട്, അത് നീ ഒന്ന് നിവർത്തി തന്നാൽ, അതൊന്ന് ദൂരീകരിച്ച് തന്നാൽ ഞാൻ പോയി കാണാം. ഇത്ര വിട്ടിയാണോ എന്റെ അച്ഛൻ? എന്നോട് സംശയിച്ചു. ഇത്ര നല്ല എഴുത്തുകാരൻ, ഓൾ ഇന്ത്യയിലുള്ള ഗസറ്റഡ് ഓഫീസർ, എന്നേക്കാൾ ജീവിതം കണ്ടയാൾ. എന്തൊരു വല്ലാത്തൊരു പദവിയിലാണ് ഞാൻ. സ്വന്തം അച്ഛന്റെ സംശയം മകന്റെ പറയും. അച്ഛൻ എന്താ? അച്ഛന്റെ സംശയം എന്താണ്? കലയുടെ ദേവതയാരാണ്? അത് സരസ്വതി.
സംശയമില്ല. സരസ്വതി പറഞ്ഞ് മനസ്സിലായോ? രവിവർമ്മ വരച്ചിരിക്കുന്ന ചിത്രം അന്ന് അതേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ സരസ്വതി. രവിവർമ്മ തമ്പുരാൻ വരച്ചിരിക്കുന്ന ഒരു സരസ്വതിയുടെ ചിത്രവും ഒരു കേരള വനിതയുടെ ഛായയും ഇന്നും അത് തന്നെയാണ് അംഗീകരിക്കപ്പെടുന്ന സരസ്വതി. ഏത് വീട്ടിൽ സരസ്വതി, കയ്യില് വീണ, വേദങ്ങൾ ഉൾപ്പെടെ. സാമാന്യം ഈ വീണയും ആ സ്ത്രീയും ഒക്കെ ആയിട്ട് നല്ല സാമാന്യം തെറ്റില്ലാത്ത ഭാരമുള്ള ഒരു സ്ത്രീ എവിടെയാണ് ഇരിക്കുന്നത്? അത് താമരയിൽ. താമരയുടെ നിറമൊന്നും വലിയ പിടിയില്ല. താമരയിലാണ് ഇരിക്കുന്നതെന്നറിയാം. ഞാൻ താമരയിലാണ്, അല്ല താമരയിലാണെന്ന് നീ പറഞ്ഞു. നിറം എന്താണ്? അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു വെള്ള താമരയിലാണ് ശുഭ്ര വസ്ത്രധാരിയായ, കളങ്കമില്ലാത്തവർ എന്നാണ് എന്റെ അർത്ഥം. കളർ ചേലയല്ല അവർ ഉടുക്കുന്നത്, ശുഭ്രവസ്ത്രമാണ്. അത് വെള്ളത്താമര അറിവിന്റെ ദേവതയാണ്, സംഗീതത്തിന്റെ ദേവതയാണ് വെള്ളത്താമര. കയ്യിൽ എന്തൊക്കെയുണ്ട്? 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അങ്ങനെ ഇത്രയും വേദങ്ങൾ. അറിവിന്റെ അന്നത്തെ കാലത്ത് എന്തൊക്കെയാണോ അറിവിന്റെ സ്വത്ത്, അറിവിന്റെ ആകത്തുകയും സംഗീതം, അതിന്റെ എംബ്ലമായ വീണയും, ഒരു കുജം സാഹിത്യവും ഒരു കുജം സംഗീതവും എന്നാണ് സങ്കല്പം. അങ്ങനെ ഇത്രയും ഭാരമുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നത് ദുർബലമായ തണ്ടുള്ള ഒരു താമരയിലാണ്. എന്തുകൊണ്ട് ആ താമര ഒടിയുന്നില്ല, തണ്ടൊടിയുന്നില്ല? നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല പപ്പ, ചിന്തിച്ചിട്ടില്ല. ഏറ്റവും ഘനം കുറഞ്ഞവളാണ് കലയുടെ ദേവത. എടാ ഡാഷ് മോനെ, നീ ഒരു ഉണക്ക മലയാള പടത്തിൽ ഏവന്റെയോ പ്രൊഡ്യൂസറുടെയോ ഡയറക്ടറുടെയോ കാല് പിടിച്ചിട്ട് നീ ചെന്ന് ഒരു ഉണക്ക വേഷം ചെയ്ത ശേഷം നീ സ്വന്തം തന്തയോടെ വന്ന് നീ അഹങ്കാരം കാണിക്കുകയാണ്. നീ ഇന്നുമുള്ള മനസ്സിലാക്കിക്കും, ഒരു കലാകാരന് ചേരുന്നതല്ല അഹങ്കാരം, ഭൂഷണവുമല്ല അവൻ. കാരണം കലയുടെ അധിപതിയായ, കലയുടെയും സംഗീതത്തിന്റെയും അധിപതിയായ സരസ്വതി ദേവി ഏറ്റവും ഘനം കുറഞ്ഞവളാണ്. നീ ഡിക്ഷണറി എടുത്ത് നോക്ക്. ഘനം എന്ന് പറഞ്ഞ പദത്തിന് അഹങ്കാരമെന്നും അർത്ഥമുണ്ട്, ഭാരമെന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ഘനമില്ലാത്തതായിരിക്കുക. നീ ഇപ്പം മനസ്സിലാക്കിയ മനസ്സിൽ നീ കളയുക. നിന്റെ എല്ലാ ഭാവങ്ങളും സിനിമാ ജീവിതത്തിൽ ഒരു നടൻ നിലയ്ക്ക് നിനക്കുണ്ടാകട്ടെ. അപ്പൊ അച്ഛാ ഞാൻ ക്ഷമിക്കണം, നിന്റെ അറിവില്ലായ്മ ഞാൻ ക്ഷമിക്കുന്നു. അച്ഛൻ എന്ന നിലയ്ക്ക് എപ്പോഴും ക്ഷമിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അമ്മ എന്ന നിലയ്ക്ക് അവൾ മാപ്പ് തരുവാനും ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ എന്നുള്ള ഇങ്ങനെ പറയുന്ന ഒരു അച്ഛനാണ് എന്റെ ഗുരുനാഥൻ. രൂപമില്ലാത്ത പാറകളിൽ നിന്നും അമൂർത്തമായ ശില്പങ്ങളും, കാട്ടിലെ വൻവൃക്ഷങ്ങളിൽ നിന്നും മനുഷ്യനെ കോരിത്തരിപ്പിക്കുന്ന സൗന്ദര്യമുള്ള പ്രതിമകളും, അങ്ങനെ ഏതൊക്കെ രീതി ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന സ്വർണം എന്ന് പറഞ്ഞ ലോഹത്തിന്, അല്ലെ തങ്കം എന്ന് പറഞ്ഞ ലോഹത്തിൽ നിന്നും കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ ആഭരണങ്ങൾ സ്വന്തം ഭാവനയിൽ സൃഷ്ടിച്ച് സ്ത്രീകളുടെ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ തക്ക കഴിവുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കാതെ വെറും മനുഷ്യനിർമ്മിതമായ സാഹചര്യങ്ങളിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളിലൂടെ മാത്രം മനുഷ്യനെ വിസ്മയത്തിന്റെ ലോകത്തിലേക്ക് വളരെ എളുപ്പം കടത്തിവിടുവാൻ പറ്റുന്ന അതുല്യമായ പ്രതിഭാശേഷിയുള്ള ഒരു വിഭാഗമാണ് വിശ്വകർമ്മ. ഒരു ജനവിഭാഗമാണ്. ഒരു കഴിവ് മാത്രമല്ല, ഒന്നിലധികം കഴിവുകളാണ് ഒരു വിശ്വകർമ്മജനുള്ളത്. പാട്ടുപാടുക, ചിത്രം വരയ്ക്കുക, എഴുതുക, പ്രസംഗിക്കുക, അഭിനയിക്കുക, അല്ലെങ്കിൽ നൃത്തം വയ്ക്കുക, അങ്ങനെ എവിടെ ചെന്നാലും കലയുടെ മകുടോദാഹരണമായിട്ടാണ് ഈ സമുദായത്തെ, ഈ സമൂഹത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയ ശേഷം ഇന്നുവരെ മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും അധമരിൽ അധമർ എന്നുവരെ വിധി എഴുതി തള്ളിയവർക്ക് കൂടി വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ ധാരയിൽ, വളരെ വ്യക്തമായ ഒരു ചിന്താധാരയിൽ, വളരെ വ്യക്തമായ സംസ്കാരവും ഉരുത്തിരിഞ്ഞു വന്ന ശേഷവും നമുക്ക് ഇപ്പോഴും വളരെ കാര്യമായി ഒരു പുരോഗതി ഒരു സമൂഹം എന്ന നിലയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ 1973 എന്റെ ആദ്യത്തെ ചിത്രം റിലീസ് ചെയ്ത് 2005 വരെ പുരുഷ നടന്മാരിൽ ഏക വിശ്വകർമ്മജൻ ഞാനാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 30-ൽ പരം വർഷം മറ്റൊരു വിശ്വകർമ്മജൻ വന്നിട്ടില്ല എന്നുള്ള.
പല ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ രഹസ്യമായിട്ട് ചെവി വന്ന് പറയും, ചേട്ടാ ഞാനും ആശാരിയാണ്. എന്താടാ പുല്ലേ നിനക്ക് ഒച്ചത്തി പറഞ്ഞത്? നീ ചെവി പറയാ, നീ എന്താ കള്ളനോ അല്ലെ തെമ്മാടിയോ അല്ലെ ഗുണ്ടയോ വല്ലോണോ ചെവി പറയാൻ? നിനക്കെന്താ ഇത്ര അപകർഷതാബോധം? നീ ആശാരിയാണെന്ന് പറയാൻ? അപ്പോ ഞാൻ പറയാറുണ്ട്, വളരെ അന്തസ്സുള്ള ഒരു സമൂഹമാണ്, വളരെയധികം കഴിവുകളുള്ള, ബുദ്ധിയും സിദ്ധിയും ഏറ്റവും കൂടുതലുള്ള ഒരു ജനവിഭാഗമാണ്, ഒരു മനുഷ്യരാണ്, മനുഷ്യവർഗമാണ്, ദൈവതുല്യരായ മനുഷ്യരാണ്, കലാകാരന്മാരാണ് ഏറിയ പങ്ക്. 100 വിശ്വകർമ്മത്തിൽ 99 പേരും കലാകാരന്മാരാണ്. അറിയപ്പെടുന്ന കലാകാരന്മാരാകണം എന്നുള്ളത് വേറെ വിഷയം. കലയുമായി ബന്ധമില്ലാത്ത ഒരു വിശ്വകർമ്മജനില്ല. അങ്ങനെയൊക്കെ ഇരിക്കെ എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ളവനായ വലിയൊരു പാരമ്പര്യം, ഒരു വൈദിക കാലഘട്ട പാരമ്പര്യം നമുക്കുണ്ടായിരിക്കെ നീ പറയാൻ മടിക്കുന്നു നീ ഒരു വിശ്വകർമ്മജനാണ് എന്നുള്ളത്. അത് തന്നെയാണ് ഈ ജാതിയുടെ ആദ്യത്തെ അധപ്പതനം. ഒരു കുടുംബത്തിൽ ഒരുത്തൻ ജോലി ചെയ്യുകയാണെങ്കിൽ 12 പെങ്ങളുടെ കല്യാണം അടക്കം അവസാനത്തെ അവന്റെ അമ്മയുടെ പേരടക്കം അവന്റെ പിടലേക്ക് വെച്ചോളൂ. കാരണം അവൻ നോക്കട്ടെ. കാരണം ആ പാവം മൂത്ത സന്തതിയായി ജനിച്ചു പോയി ആ വീട്ടിൽ. അത് അവന്റെ കുറ്റമല്ല. ഇതാദ്യം നിർത്തുക എന്നുള്ളതാണ്. അധ്വാനിക്കുന്നവനെ അധ്വാനിക്കാൻ വിടുക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നീ അവന്റെ ഓസി തിന്നാതടാ, പോയി ജോലിയിൽ ജീവിക്കടാ എന്ന് വീട്ടിൽ തന്തയും തള്ളയും പറയണം. മൂത്ത മോന്റെ മരണാനന്തര ക്രിയ കണ്ടു കഴിഞ്ഞാലും അളിയെ ചെറുക്കൻ മുണ്ട് മടക്കി കുത്തി കോണാത്തിനകത്ത് കൈയിട്ട് നടക്കുന്ന കാഴ്ചയാണ് വിശ്വകർമ്മത്തിൽ ഞാൻ കാണുന്നത്. പല ജംഗ്ഷനിലും ഒരു പണിയും ചെയ്യാതെ വെറുതെ മടക്കുന്നത്. എന്തിവിടെ മറ്റേ ഗൾഫിലാണ്, മറ്റേ ഇപ്പൊ ഉടനെ അയച്ചു കുറച്ച് കാശ്. നീ എന്തോന്നു? ഞാൻ ഒന്നും ചെയ്യില്ലണ്ണ, നമ്മൾ എന്തിനു ചെയ്യാൻ? നമ്മളിരുമ്പോ ഞാൻ ഇവിടെ നിന്ന് ചൊറിഞ്ഞു നമ്മൾ നിൽക്കുകയാണ്. ഇവന്റെയൊക്കെ മുട്ടുകാല് തന്നെ വിളിക്കും. ആദ്യമാണ് വേണ്ടത്. അങ്ങനെ ഒന്നും വീട്ടിൽ വേണ്ട. എന്നാ മൂത്ത ചേട്ടൻ വിചാരിക്കണം എത്രയോ പേര് ആവശ്യമില്ലാത്തവരൊക്കെ ഒന്ന് ജയിലിൽ പോകണം. ഇത്തരം വേസ്റ്റ് ആയിട്ടുള്ള അളിയന്മാരെയും വേസ്റ്റ് ആയിട്ടുള്ള മച്ചാന്മാരെയും ഒക്കെ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തള്ളണം. ഈ ജാതി നന്നാവണമെങ്കിൽ അവന് പ്രയത്നം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞാൽ മക്കളെ വിദ്യാഭ്യാസം നടത്തിക്കുക, അവർക്ക് ഏറ്റവും കൂടുതൽ അറിവ് പറഞ്ഞു കൊടുക്കുക. എത്ര IFSകാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എത്ര IASകാരുണ്ട്? എത്ര IPSകാരുണ്ട്? ഈ അടുത്ത കാലത്താണ് കുറച്ച് ഡോക്ടർമാരും വക്കീലന്മാരും വന്നു തുടങ്ങിയത്. എന്റെ അച്ഛനൊക്കെ ആദ്യത്തെ ബാച്ചിലെ വക്കീലന്മാരാണ്. അന്ന് അവനെ എന്തിനു പഠിപ്പിച്ചു എന്ന് കുടുംബി വെച്ച് ഒരുത്തം ചോദിച്ചു. ഒരാശായി പഠിപ്പിക്കാൻ പാടുണ്ടോ? അവന് മുഴക്കോലും എടുത്ത് കൊടുത്തു വിട്, അവന് ഉളിയും കൊടുത്തു വിട്. അന്നത്തെ യുവതുർക്കിമാരിൽ ഒരുത്തനായിരുന്നു എന്റെ അപ്പൻ. അങ്ങനെ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ അന്നേ വിശ്വകർമ്മ സമുദായം തള്ളിക്കളഞ്ഞവന്റെ മകനാണ് ഞാൻ. അന്ന് എന്റെ അച്ഛനോട് പറഞ്ഞു, മോനെ ഒരു കാരണവശാലും ഈ ജാതി നന്നാകുമെന്ന് തോന്നുന്നില്ല. കാരണം അറിവ് നേടുന്നത് വേണ്ട എന്ന് വിലക്കുന്ന ഒരു സമുദായം ലോകത്ത് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. എല്ലാ കാലവും ഉളിയും കുട്ടിയോട് ജീവിക്കണമെന്നില്ല. എല്ലാ കാലവും ഉമിത്തിയുടെ മുമ്പിൽ നിന്ന് ഊതണമെന്നില്ല. നമ്മുടെ പൂർവികർ അത് ചെയ്തിരുന്നു. അവർക്ക് അതേ ഉള്ള ഏക മാർഗം. അതിലവർ ആത്മാർത്ഥത കാണിച്ചിരുന്നു എന്നുള്ള ആ ആത്മാർത്ഥതയിൽ നിന്ന് നമ്മളെ അറിവിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ പാതയിലൂടെ നമ്മൾ പോകുന്നതാണ്. ഇന്ന് തടിക്ക് പകരം, കല്ലിന് പകരം, സ്വർണത്തിന് പകരമൊക്കെ ലോഹങ്ങൾ വേറെ വന്നു. വേറെ സിന്തറ്റിക് മെറ്റീരിയൽസ് ധാരാളം വന്നു. ലോകം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വളരുന്ന ടെക്നോളജിയെ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ട വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ആവശ്യം. അറിവ് നേടുക എന്നുള്ളതാണ്. അറിവുള്ളവരാണ് വിശ്വകർമ്മജൻ. ആചാര്യൻ എന്നാണ്. ഏത് തൊഴിലാണോ ആ തൊഴിലിൽ ആചാര്യന്മാരാണവർ. അറിവാണെങ്കിൽ അതിൽ ആചാര്യന്മാരായിരിക്കണം എന്നുള്ള. ഇപ്പോ ആചാര്യനല്ല, അതായത് ഒരു പണിയും ചെയ്യാതെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മോൻ ഗൾഫിലോ അമേരിക്കയിലോ ഉണ്ടെങ്കിൽ അവന്റെ മണി ഓർഡറും കാത്ത് അവൻ ബാങ്കിലേക്കുന്ന കാശും പ്രതീക്ഷിച്ച് ഒരു പണിയും ചെയ്യാതെ വെറുതെ ചുമരി ചാരി ഇരിക്കുന്ന ആ ചാരി ഇരിക്കുന്നവനാണ് ആ ചാരി എന്നുള്ള അവസ്ഥയെ. ഒരു പണിയും ചെയ്യാതെ ആ ചാരി ഇരിക്കുന്നില്ലേ, അതാണ് ആ ചാരി. അത് മാറ്റി പ്രവൃത്തി ചെയ്യുക, കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങി മിടുക്കരാകുക.